രാജാക്കാട് പോലീസ് സ്റ്റേഷനിലെ SI ഇരിക്കുന്ന സീറ്റിന്റെ അടിയിലാണ് വരുണിന്റെ ഡെഡ് ബോഡി കുഴിച്ചിട്ടത്. അത് ദൃശ്യം 1-ല്. ദൃശ്യം 2-ല് ആ ജഡ്ജ് പറയുന്ന ഒരു സീനുണ്ടല്ലോ, ആസ് പെർ ദ DNA റെക്കോർഡ്സ് ഈ റിമൈനിങ്സ് വരുണിൻ്റെതല്ല. ഈ 2 വാവ് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ഈ 2 വാവ് ഫാക്ടേഴ്സ് ആണ് നമുക്ക് ഈ സിനിമയിൽ മിസ്സായത്. പറഞ്ഞു വന്നത് ദൃശ്യം 3യെ കുറിച്ചാണ്. റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാം. ഈ സിനിമയെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുന്ന അഭിപ്രായം, നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മറിച്ചൊരു അഭിപ്രായം തോന്നിയേക്കാം. ഇനി സിനിമയെക്കുറിച്ച് പറയാം. ദൃശ്യം 3 ഈസ് എ ബ്രില്യൻ മൂവി. ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രില്യൻലി എക്സിക്യൂട്ടഡ്, ബ്രില്യൻലി റിട്ടൺ. ഒരു ദൃശ്യം ഫ്രാഞ്ചൈസിയോട് ഭയങ്കരമായി നീതി പുലർത്തിയ ഒരു സിനിമയാണ്. ഒരു സ്ഥലത്ത് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് കുറ്റം പറയാനില്ല. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ല മൂവി ദൃശ്യം 2 ആണ്. അതിനുശേഷം ദൃശ്യം 1, അതിനുശേഷമേ ദൃശ്യം 3 വരുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആ വാവ് ഫാക്ടർ ഇവിടെ ഇല്ല. ഇതിൽ കുറച്ചുകൂടെ ഇമോഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് ജീത്തു ജോസഫ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഥാപാത്രങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് ദൃശ്യം 1-ലെയും 2-ലെയും പോലെയൊന്നും അല്ല, ഭയങ്കര ഡീപ്പായിട്ട് കണക്റ്റഡ് ആവും. ഒരിടത്ത് നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല, ഒരിടത്ത് നമുക്ക് ബോറടിക്കില്ല, ഒരിടത്ത് ഉറക്കം വരില്ല, അങ്ങനത്തെ ഒന്നുമില്ല. 3 മണിക്കൂർ സിനിമയാണ്, ഓൾമോസ്റ്റ് 3 മണിക്കൂറുണ്ട്. എന്തായാലും 2 മണിക്കൂർ 50 മിനിറ്റിന് മേളിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്രയും ലെങ്തി ആയിട്ടുള്ളൊരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് മാത്രം കൊണ്ട് അത് ഫില്ല് ചെയ്യാൻ പറ്റില്ല. ജീത്തു ജോസഫ് അതിൻ്റെ അകത്ത് നല്ല പോലെ ടെക്നിക്കൽ സൈഡൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിരുന്നു. ഈവൻ BGM ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഇതിൻ്റെ അകത്ത് ടെക്നിക്കൽ സൈഡ്, DOP ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ടെക്നിക്കൽ സൈഡ് ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു. 1-ലും 2-ലും പറ്റിയ കുറേ അബദ്ധങ്ങൾ ടെക്നിക്കലി ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ പെർഫോമൻസ്, മീനയുടെ പെർഫോമൻസ്, ഇതിലെ ഓരോ ക്യാരക്ടർ ചെയ്ത ആൾക്കാരും സബ്റ്റിൽ പെർഫോമൻസ് ആയിരുന്നു. അതായത് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ മോശമാവും എന്നുള്ള സ്ഥലത്ത് അവരാ നൂല് പിടിച്ചാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഒരിടത്ത് പോലും ആവശ്യമില്ലാത്ത ഹൈയോ ലോയോ പോയിട്ടില്ല. പെർഫെക്റ്റ് കാസ്റ്റിംഗ്, പെർഫെക്റ്റ് അഭിനയം, പെർഫെക്റ്റ് പടം. പക്ഷേ ആ വാവ് ഫാക്ടർ മിസ്സായി. അതാണ് എനിക്ക് ഒരു പരാതിയുള്ളത്. ബട്ട് ഞാൻ ഈ സിനിമ ഒന്നുകൂടെ കാണും, ഉറപ്പായിട്ടും ഒന്നുകൂടെ കാണും. കാരണം എനിക്ക് അവസാനം കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായി. നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരും, 2-ലും അങ്ങനെ ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻസ് എനിക്ക് ക്ലിയർ ആവണമെങ്കിൽ ഒരിക്കൽ കൂടെ കണ്ടാലും. എല്ലാവർക്കും ഞാൻ ഈ സിനിമ റെക്കമെൻഡ് ചെയ്യുന്നു. ഡെഫിനറ്റ്ലി പോയി കാണും. കിട്ടില്ല പടം. ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം പോയി കണ്ടാലും നഷ്ടമൊന്നുമില്ല. വേറൊന്നും പറയാനില്ല. താങ്ക് യു. സൈനിങ് ഓഫ്.